നമസ്തേ, ഹാൽവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു തായ് 5 കോഴ്സ് ഡിന്നർ മെനു ആണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഈ വിഭവങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ ഫിഷ് കേക്ക് തയ്യാറാക്കാനായിട്ട് ദശക്കട്ടിയുള്ള 200 ഗ്രാം മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. 1/2 കപ്പ് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് 2 സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയും 1 പച്ചമുളകുമാണ്. ഇത് നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫിഷ് കേക്കിന് വേണ്ടി നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് സോസും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും 1 മുട്ടയും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫിഷ് കേക്കിൻ്റെ മിശ്രിതത്തിൽ നിന്ന് നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കേക്ക് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. തായ് സ്റ്റാർട്ടർ വിഭവമായ ഫിഷ് കേക്ക് റെഡി. സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എല്ലോട് കൂടിയ ചിക്കൻ നമുക്ക് കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഈ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ടുന്ന ചെറുതായിട്ടൊന്ന് ഈ ചിക്കൻ്റെ പച്ച ചുവ മാറുന്നത് വരെ വഴറ്റാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർക്കാം. ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 ലിറ്റർ ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും നമ്മളിപ്പോൾ ഒഴിച്ച ചിക്കൻ സ്റ്റോക്കും മല്ലിയിലയെല്ലാം കൂടെ നല്ലതുപോലെ ഒരു 15 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റായി നമ്മുടെ തായ് സൂപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനിഗറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ഒനിയൻ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും 1/2 കപ്പ് സാലഡ് ലീവ്സ് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തതും ഈ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് തയ്യാറാക്കിയ സൂപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഈ സൂപ്പിലേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തായ് ചിക്കൻ സൂപ്പ് റെഡി. നമ്മളിപ്പം തയ്യാറാക്കുന്നത് തായ് 5 കോഴ്സ് മെനുവിലെ
മെയിൻ കോഴ്സായ സ്പൈസി തായി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ സ്പൈസി ഫ്രൈഡ് റൈസിന് ആദ്യം നമുക്കൊരു സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനിഗറും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1/2 ടേബിൾ സ്പൂൺ ഫിഷ് സോസും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. 3 പച്ചമുളകും 4 വെളുത്തുള്ളി ചതച്ചെടുക്കണം. 2 തണ്ട് സ്പ്രിംഗ് ഒണിയനും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 250 ഗ്രാം ചിക്കൻ കനം കുറച്ച് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. 1 കപ്പ് ബസ്മതി അരി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചെടുത്തതാണ് ഇത്. 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക്. ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 50 ഗ്രാം റീഫൈൻഡ് ഓയിൽ ഒഴിക്കാം. നമ്മൾ ഒഴിച്ച എണ്ണ ചൂടാവുമ്പോഴേക്കും 2 മുട്ട ഈ എണ്ണയിലേക്ക് ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ആ മുട്ട പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റാം. നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിടാം. ഒരു ചെറിയ സവാള കുറച്ച് കനത്തിലരിഞ്ഞത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കൊരു മുട്ട നന്നായിട്ട് പതപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് വെന്ത ചോറും കൂടെ ചേർത്തൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ റൈസിലേക്ക് 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. ആദ്യം തയ്യാറാക്കി വെച്ച ഈ ഫ്രൈഡ് റൈസിന് വേണ്ട സോസ് ഇതിലേക്ക് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനും ക്യാപ്സിക്കവും കൂടെ ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ബാസിൽ ലീവ്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തായ് 5 കോഴ്സ് മെനുവിലെ സ്പൈസി ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. അടുത്തതായി നമുക്ക് ഒരു ക്രഞ്ചി പീനട്ട് സാലഡ് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ക്യാരറ്റ്, 1 കുക്കുംബർ, സാലഡ് ലീവ്സ്, 2 തരത്തിലുള്ള ക്യാപ്സിക്കം, 2 തരത്തിലുള്ള ക്യാബേജ്, ഒരു 2 പച്ചമുളക്, 5-6 മില്ലീസ്. അപ്പം ഇതെല്ലാം ഏകദേശം കനം കുറച്ച് നീളത്തിൽ 1/2 കപ്പ് വീതം നമുക്ക് കട്ട് ചെയ്തെടുക്കും. നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന 1/2 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് പർപ്പിൾ ക്യാബേജും 1/4 കപ്പ് സാധാരണ ക്യാബേജും 1/2 കപ്പ് സാലഡ് ലീവ്സും 1/2 കപ്പ് കുക്കുംബറും 2 നിറത്തിലുള്ള ക്യാപ്സിക്കവും ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പീനട്ട് ഡ്രസ്സിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനിഗറും 1 ടേബിൾ സ്പൂൺ സോയാ സോസും
2 ടീസ്പൂൺ ഹണിയും 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും പാകത്തിന് ഉപ്പും 2 ടീസ്പൂൺ ജിഞ്ചർ ചെറുതായി നുറുക്കിയതും 2 പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ സാലഡ് ഡ്രസ്സിങ് നന്നായിട്ട് ഒന്നിളക്കാം. ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റാം. കുറച്ച് ഫ്രൈ ചെയ്ത പീനട്ടും കൂടെ നമുക്ക് ഗാർണിഷിനായിട്ട് ചേർക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 3-4 പിൻ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് തായ് ഡെസേർട്ട് ഐറ്റമായ റൈസ് ബോൾസ് ഇൻ കോക്കനട്ട് മിൽക്ക്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഏകദേശം നമ്മുടെ ഒരു കൊഴുക്കട്ടയുടെ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഫൈനായിട്ട് പൊടിച്ച പച്ചരിയുടെ പൊടി 1 കപ്പ്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല ചൂടോടുകൂടി ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. അരിപ്പൊടി പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലേശം ചൂടുണ്ട്. കുറച്ച് നേരം നമുക്ക് ചൂട് പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ആ അരിമാവിൻ്റെ ഒരു ഭാഗം നമ്മൾ റെഡ് കളർ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ലേശം കോൺ സ്റ്റാർച്ച് ഒന്ന് ഇട്ടതിന് ശേഷം ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് സിലിണ്ടർ പോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന ബോൾസിന് എത്രത്തോളം വലിപ്പം വേണമെന്നുള്ളത് നമ്മൾ ഈ സിലിണ്ടർ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ തീരുമാനിക്കും. ഒരുപാട് വലിപ്പമായാൽ കാണാൻ വലിയ ഭംഗി കാണത്തില്ല. ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഇതിങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചു കൊടുക്കാം. ഇങ്ങനെ മുറിച്ചത് നമുക്കിങ്ങനെ ചെറിയ ഗോലിയുടെ അളവിൽ കൈകൊണ്ട് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ കളർ ചേർത്ത മാവ് നമ്മൾ ഗോലി പോലെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കളർ ചേർക്കാത്ത മാവ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ കോൺ സ്റ്റാർച്ചിനകത്തോട്ടൊന്ന് മുക്കിയതിന് ശേഷം ഇതും സിലിണ്ടർ പോലെ നേരത്തെ തയ്യാറാക്കിയതുപോലെ നമുക്ക് ഇതും ഉരുളകളാക്കി മാറ്റണം. നമ്മൾ കളർ ചേർക്കാത്ത മാവും ഗോലിയുടെ വലിപ്പത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ കളർ ചേർക്കാത്ത ഉരുളകൾ ഇതിലേക്കിടാം. ഒരു 3-4 മിനിറ്റ് മാത്രം നമ്മൾ ഇതിനകത്ത് ഇട്ടാൽ മതി. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. നമ്മൾ വേകാനായിട്ട് വെച്ചിരിക്കുന്ന മാവിൻ്റെ ഉരുളകൾ വെന്തിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ അത് താഴെ നിന്ന് പൊങ്ങി മേലോട്ട് വരും. അപ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടെ കോരിയെടുക്കാം. ഈ കോരിയതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടാം. ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. അതിനുശേഷം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് കളർ ചേർത്ത് തയ്യാറാക്കിയ ഉരുളകളും കൂടെ ഇതിലേക്കിടാം. ഇതും ഒരു 4 മിനിറ്റ് നേരം വെന്ത് കഴിയുമ്പം ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൽ ഊറ്റിയെടുത്ത് വെള്ളത്തിലേക്ക് മാറ്റാം. നമ്മൾ കളർ ചേർത്ത ആ മാവിൻ്റെ ഉരുളകൾ വെന്ത് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് കോരി മാറ്റാം. തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഉരുളകൾ പോലെ നമുക്ക് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നമുക്കൊരു പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായിട്ട് തിളച്ച് സിറപ്പ് പോലെ ആകും. പഞ്ചസാര സിറപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഈ റൈസ് ബോൾസ് ഇതിനകത്തേക്ക് ഇടാം. 5 മിനിറ്റ് ഈ ഷുഗർ സിറപ്പിൽ കിടന്ന് ഈ റൈസ് ബോൾസ് ഒന്ന് വെന്ത് വരണം. എന്നാൽ മാത്രമേ അതിനകത്തോട്ട് ആ മധുരമൊക്കെ പിടിച്ചു വരുള്ളൂ. അതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. റൈസ് ബോൾസ് എല്ലാം ആ ഷുഗർ സിറപ്പിൽ കിടന്ന് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. കുറച്ചൊന്ന് വലിപ്പം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യും. ഒരു സെർവ് ചെയ്യുന്ന ബൗളെടുത്ത് അതിലേക്ക് ചൂടോട് തന്നെ നമുക്ക് ഈ സിറപ്പിൽ കിടക്കുന്ന റൈസ് ബോൾസ് ഇടാം. അതിനുശേഷം 1 കപ്പ് തിക്കായിട്ട് വെള്ളം വളരെ കുറച്ച് ഒഴിച്ച് പിഴിഞ്ഞെടുത്ത കട്ടിപ്പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിന് പൊതുവേ ഒരു തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 1-2 വാനില ഡ്രോപ്സോ എന്തെങ്കിലും ചേർക്കാം. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഇത് തന്നെ ഒരു നല്ലൊരു മണവും ഒരു തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു മണമുണ്ട്. അപ്പം നമ്മുടെ റൈസ് ബോൾസ് ഇൻ കോക്കനട്ട് മിൽക്ക് റെഡി. സിമ്പിളായിട്ടുള്ള എൻ്റെ റെസിപ്പികളെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.